ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കറൻ്റ്ലി ലീൻ ബൾക്കിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള കാര്യത്തിലോട്ട് പറയാൻ പോവാം. ഒരു ഗൈഡ് എന്ന് വിചാരിക്കാം, ഒരാൾക്ക് തുടങ്ങുകയാണെങ്കിൽ ഹൗ ടു അപ്രോച്ച് അല്ലെങ്കിൽ ഹൗ ടു സ്റ്റാർട്ട് ലീൻ ബൾക്ക് എന്ന രീതിയിൽ. ബേസിക്കലി ആദ്യം പറയേണ്ടത് എന്താണ് ലീൻ ബൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ബോഡി ബിൽഡിംഗ് കോൺടെക്സ്റ്റിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്, കട്ടിങ്ങും ഉണ്ട് ബൾക്കിങ്ങും ഉണ്ട്. ബൾക്കിങ്ങിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് ലീൻ ബൾക്കിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലീനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. ബോഡി ഫാറ്റ് കയറും, പക്ഷെ ബൾക്കിങ്ങിന്റെ അത്ര നമ്മൾ എക്സ്ട്രീം ആക്കില്ല നമ്മുടെ ബോഡി ഫാറ്റിനെ. നമ്മൾ എപ്പോൾ നോക്കിയാലും ഒരു കൺട്രോളിൽ നമ്മൾ ബോഡി ഫാറ്റിനെ കീപ്പ് ചെയ്യും. എന്നിട്ട് ഒരു ചെറിയൊരു സർപ്ലസ്, മേ ബി അറൌണ്ട് 200 to 400 സർപ്ലസിൽ നമ്മൾ മെല്ലെ മെല്ലെ ഗെയിൻ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് തുടങ്ങണേക്കാൾ മുന്നേ കമ്പാരിറ്റീവ്ലി യു ഷുഡ് ബി ലീൻ, ഒരു ലീനർ സൈഡിലാവണം. ഇത് അത്യാവശ്യം നല്ലൊരു ബോഡി ഫാറ്റ് ഉള്ള ആൾക്ക് ഇതൊരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ലീനസ് നിങ്ങൾ ആദ്യം അച്ചീവ് ചെയ്തിട്ട് അവിടുന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജേണിയാണ്. അതായത് ഒരു മസിൽ ഗെയിനിങ് ഫേസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു കോൺസെപ്റ്റാണ് ലീൻ ബൾക്കിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലീൻ ബൾക്കിങ്ങിന്റെ കാലറീസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് എത്രയാണ്. അതായത് ദ എമൗണ്ട് ഓഫ് കാലറീസ് ദാറ്റ് യു നീഡ് ഫോർ യു ടു മെയിൻറ്റെയിൻ യുവർ വെയിറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു കാലറി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഗൂഗിളിൽ കുറേ അധികം കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, അതിൽ കണ്ടുപിടിക്കുക. ആ ഒരു കണ്ടുപിടിച്ച കാലറീസിൽ നിന്നും ഒരു 100 to 300 കാലറീസ് സർപ്ലസിൽ കഴിച്ചു തുടങ്ങുക. എന്നിട്ട് അവിടുന്ന് നിങ്ങളുടെ പ്രോഗ്രസ്സിനെ മോണിറ്റർ ചെയ്യുക, എങ്ങനെയാണ് വെയിറ്റ് ഫ്ലക്ച്വേറ്റ് ആവണേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മെയിൻ്റനൻസ് കാലറീസിനെ പറ്റിയിട്ട് ഒരു നോളേജ് ഉണ്ടാവുക. അതിന്ന് 100 to 300 ആഡ് ഓൺ ചെയ്യുക, അതായത് സർപ്ലസിൽ കഴിച്ചു തുടങ്ങും. നെക്സ്റ്റ് നിങ്ങളുടെ മാക്രോസ്, അതായത് നിങ്ങൾ കാലറീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ മെയിൻ്റനൻസ് കാലറീസ് 2000 ആണെന്ന് വെക്കാം നമുക്ക്. ഞാൻ എൻ്റെ ലീൻ ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2100-ലാണ്. അപ്പം എങ്ങനെ ഞാൻ മാക്രോസിനെ അറേഞ്ച് ചെയ്യണം, ഇതൊരു റഫ് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ 60 kgs ആണെന്ന് വയ്ക്കുക, അതിനെ നിങ്ങൾ പൗണ്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ പൗണ്ട്സിലേക്ക് കൺവേർട്ട് ചെയ്ത് പെർ പൗണ്ടിന് 1 gram ഓഫ് പ്രോട്ടീൻ നിങ്ങൾ കൺസ്യൂം ചെയ്താൽ മതി. ഫാറ്റിലേക്ക് വരുമ്പോൾ 20 to 25% ഓഫ് ഓവറോൾ ആയിട്ടുള്ള കാലറീസ്, അതായത് 2100 ഓവറോൾ ആയിട്ടുള്ള കാലറീസിൽ 20 to 25% ഫാറ്റ്. ബാക്കി എത്രയാണോ നമ്മുടെ കാലറീസ് ഉള്ളത് അത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള രീതി. 1 gram എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി 1.2 അല്ലെങ്കിൽ 1.4 grams ഒക്കെ വരെ പോവാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പ്രോട്ടീൻ സോഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതി. ബേസിക്കലി സ്റ്റിക്ക് ഓൺ ടു 1 gram പെർ പൗണ്ട് എന്ന രീതിയിൽ പ്രോട്ടീൻ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് മാക്രോസിനെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റുക നിങ്ങൾ കാലറി, അതായത് ലീൻ ബൾക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏതൊരു സ്പ്ലിറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾ റിയലി എൻജോയ് ചെയ്യുന്ന സ്പ്ലിറ്റിനെയാണ് ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി ബേസിസിൽ 2 times എങ്കിലും ഒരു മസിൽ ഗ്രൂപ്പിനെ ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സ്പ്ലിറ്റിനെ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ 5 days or 6 days എങ്ങനെയാച്ചാ ഞാൻ പറയുന്നത്, ചൂസ് എ സ്പ്ലിറ്റ് ദാറ്റ് വർക്ക്സ് ഫോർ യു. ഇപ്പോൾ 2 times ഒരു മസിൽ ഹിറ്റ് ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ എക്സാമ്പിൾ പുഷ് പുൾ ലെഗ്സ് ആവാം. വൺ ടൈമേ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ബ്രോ സ്പ്ലിറ്റ് ആണ്. അപ്പോൾ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക ഓരോ ട്രെയിനിങ് സ്പ്ലിറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ഓവർ ടൈം മനസ്സിലാവും, ഓക്കെ എനിക്ക് ഈ ഒരു സ്പ്ലിറ്റാണ് എനിക്ക് കംഫർട്ടബിളും എനിക്ക് റിക്കവറിയും പ്രയോറിറ്റൈസ് ആവുന്നത് ഈ ഒരു സ്പ്ലിറ്റിലാണ്. അങ്ങനെ വേണം നിങ്ങൾ ട്രെയിനിങ് സ്പ്ലിറ്റിനെ ചൂസ് ചെയ്യാൻ. പിന്നെ ട്രെയിനിങ് സ്പ്ലിറ്റ് ചൂസ് ചെയ്യണതിലൂടെ ട്രെയിനിങ് മാത്രമല്ല, ഇൻറ്റൻസായി പുഷ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എല്ലാത്തിനും ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ഇൻക്ലൈൻ ഡംബൽ ഞാൻ 30 kgs 8 reps ആണ് അടിക്കണത്. അപ്പോൾ അതിനെ ട്രാക്ക് ചെയ്ത് വെച്ച് അതിനെ ബീറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ എക്സസൈസിലും 1-2 എക്സസൈസിനെ ചൂസ് ചെയ്യുക, ഓരോ മസിൽ ഗ്രൂപ്പും. എന്നിട്ട് അതിൽ ഓവർ ടൈം പ്രോഗ്രസീവ് ഓവർലോഡിന് അപ്ലൈ ചെയ്യുക. ഇതാണ് ട്രെയിനിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ. ബൾക്കിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വെയിറ്റ് കൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ബൾക്കിൽ ഞാൻ 600-700 കാലറീസ് സർപ്ലസിലൊക്കെ കഴിക്കണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ അപ്രോച്ചും ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചെയ്ത് നോക്കട്ടെ എന്ന്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു മാസം നിങ്ങൾ ഒരു റഫ്ലി അറൗണ്ട് 1 kg ഗെയിൻ ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ ഒരു വീക്കിലി 250 grams ആ ഒരു രീതിയിൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ, സ്ലോ ആൻഡ് സ്റ്റഡി വെയിറ്റ് ഗെയിൻ ആവുമ്പോൾ ഇറ്റ്സ് മച്ച് ബെറ്റർ. നിങ്ങൾ ഒരാഴ്ചയിൽ ഞാൻ 2 kg കൂടിയിട്ടാ 1.5 kg കൂടി, അത് ഒരിക്കലും മസിൽ മാത്രമാവില്ല, അതിൽ ഫാറ്റും വരും. കാലറി ഇൻടേക്കിൽ പ്രോപ്പറായിട്ട്
വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇൻക്രീസ് ആക്കേണ്ട ആവശ്യമില്ല. അത് എപ്പോഴാണോ വെയിറ്റ് ഗെയിൻ സ്റ്റോപ്പ് ആവുന്നത് അതിനനുസരിച്ച് ഒരു 50 കാലറീസ് ഒരു 100 കാലറീസ് ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള വേറെ ഒരു അഡീഷണൽ പോയിന്റ് എന്ന് പറയുന്നത്. മറ്റു കാര്യം എന്ന് പറയുന്നത് കാർഡിയോ. എന്നും ഞാൻ കാർഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലീൻ ബൾക്കിൽ. ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിളിൽ ഇപ്പോൾ 2000 കാലറീസിന് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2100 അങ്ങനെയാകുമ്പോൾ ഞാൻ കാർഡിയോ ചെയ്ത് ആ 100 കാലറീസിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. എനിക്ക് എന്നും കാർഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാനൊരു 100 കാലറീസാണ് എന്നും ബേൺ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് 2200 കാലറീസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ 2100 തന്നെ ആവുമല്ലോ. അങ്ങനെ പ്ലാൻ ഔട്ട് ചെയ്യുക. കാർഡിയോയിലൂടെ നിങ്ങളുടെ എൻ്റയർ കാലറി സർപ്ലസിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീൻ ബൾക്കിങ്ങും അല്ല ബൾക്കിങ്ങും അല്ല, ജസ്റ്റ് മെയിൻ ഗെയിനിങ് ആവും. മെയിൻ ഗെയിനിങ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസിൽ നിന്ന് തന്നെ മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കുന്നു. അത് ഭയങ്കര റയർ ആയിട്ടുള്ള സീനറിയോസ് ആണ്. കമ്പാരിറ്റീവ്ലി ഒരു റേറ്റ് ഓഫ് ഗെയിനിങ്ങും വളരെയധികം കുറവാകും. അപ്പോൾ കാർഡിയോയിലൂടെ ചെയ്യാം, കാർഡിയോ എന്നും ചെയ്യുന്ന നല്ലൊരു കാര്യം. പക്ഷെ അതിലൂടെ ടോട്ടൽ കാലറി സർപ്ലസിനെ എലിമിനേറ്റ് ചെയ്യരുത്. ഇതിനനുസരിച്ച് കാലറീസിനെ ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക, അത് നിങ്ങളുടെ വിഷ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിക്കവറി. എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്താലും എത്രയൊക്കെ കാർഡിയോ ചെയ്താലും ഒരു കാര്യം ആലോചിച്ചാൽ മതി, റിക്കവർ ആയില്ലെങ്കിൽ ഒരു രീതിയിലും മസിൽ ഗെയിനിങ് ഉണ്ടാവില്ല. നിങ്ങൾ എത്ര കാലറി സർപ്ലസിൽ കയറിയാൽ പോലും സ്ലീപ്പ് അല്ലെങ്കിൽ റിക്കവറിക്ക് എന്തെങ്കിലും വേറെയുള്ള ഫാക്ടേഴ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പല ആൾക്കാർ ഇപ്പോൾ കപ്പിംഗ് തെറപ്പി അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, അതിനൊക്കെ കുറച്ചുകൂടി പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങർ ടേമിൽ നമ്മൾ നോക്കുമ്പോൾ മച്ച് മോർ മസിൽ ഗെയിനിങ് ആയിട്ടുള്ള നിങ്ങളുടെ ഏതൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്നും അത് ബെനിഫിഷ്യൽ ആവും. റിക്കവറീനെ എപ്പോൾ നോക്കിയാലും ഓൺ പോയിന്റ് ആക്കുക. ഞാൻ പറഞ്ഞല്ലോ, ലീൻ ബൾക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ലീനർ സൈഡിലാവണം. എന്നിട്ട് നമ്മൾ ഫാറ്റ് ഗെയിനെ ടോട്ടലായിട്ട് എലിമിനേറ്റ് ചെയ്യില്ല ചെയ്യണേ, മിറ്റിഗേറ്റ് ചെയ്യുക, അതായത് ലിമിറ്റ് ചെയ്യുകയാണ് നമ്മുടെ മെയിൻ പേഴ്സ്പെക്റ്റീവ്. എന്നിട്ട് നമ്മൾ സ്ലോലി ഒരു സ്മൂത്ത് റേറ്റിൽ നമ്മൾ മസിൽ ഗെയിൻ ആക്കുന്നു. എപ്പോൾ നോക്കിയാലും ഇങ്ങനത്തെ ബൾക്കിങ് അഥവാ ഇങ്ങനത്തെ ഒരു ലീൻ ഗെയിനിങ് ഫേസ് തിരഞ്ഞെടുക്കുമ്പോൾ വീക്ക് ഗ്രൂപ്പ് ഓഫ് മസിൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട അതിൽ കുറച്ചുകൂടി ടാർഗറ്റ് ചെയ്യുക. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യു ഷുഡ് നിഗ്ലക്ട് അതർ മസിൽസ്. മറ്റുള്ള മസിൽസും ഈക്വലി ട്രെയിൻ ചെയ്യുക. പക്ഷേ ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു കേസിൽ ലെഗ്സും ബാക്കും എനിക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലും നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ 2 ടൈംസ് ഹിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീക്കിലി 2 ടൈംസ് ഹിറ്റ് ചെയ്യും. ബാക്കിയുള്ള മസിൽസും സെയിം ഇൻറ്റൻസിറ്റിയോടെ തന്നെ ട്രെയിൻ ചെയ്യും. ബട്ട് എൻ്റെ ഈ ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് അല്ലെങ്കിൽ ഈ ഒരു ബൾക്കിംഗ് പീരീഡിന് എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ മസിൽ ഗ്രൂപ്പ്സിനെ ബ്രിങ് അപ്പ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. വെൻ ഇറ്റ് കംസ് ടു യുവർ ഓവറോൾ ഫിസിക് എന്ന് പറയുന്നത്. ഒരു ബിഗിനർ ആണെങ്കിൽ ദേ ഷുഡ് വർക്ക് എവറിത്തിങ്, അതായത് ഹോളായിട്ട് വർക്ക് ചെയ്യണം. അല്ലാണ്ട് ഈ മസിൽ ഗ്രൂപ്പ് എല്ലാം വർക്ക് ചെയ്ത് ഓവർ ടൈം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മസിലിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കണം, ഈ മസിലിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് ഒരു ലീൻ ബൾക്കിനെ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്തെങ്കിൽ ഒരു ഐഡിയ കിട്ടും. ലീൻ ബൾക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും സ്ലോവർ അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ക്ഷമ. കാരണം പെട്ടെന്ന് തിന്ന് ഒരു ഉണ്ടയാവാനല്ല നമ്മുടെ എയിം, ക്വാളിറ്റി മസിൽ മാസ് പുട്ട് ഓൺ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ലോവർ അപ്രോച്ചിൽ ട്രസ്റ്റ് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക ലീൻ ബൾക്കിംഗ്. അഥവാ ഏതൊരു ലീൻ ബൾക്കിംഗ് ആവട്ടെ, കട്ടിങ് ആവട്ടെ, ട്രഡീഷണൽ ബൾക്കിംഗ് ആവട്ടെ, ഏതൊരു പ്രോസസ്സിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതിനെപ്പറ്റി ഓവറോൾ ഐഡിയ ഉണ്ടായിട്ട് നിങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഹോപ്പ് ദാറ്റ് ഇറ്റ് വീഡിയോ ഹെൽപ്സ്. പിന്നെ എൻ്റെ ലീൻ ബൾക്കിങ്ങിന് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും. അതിനനുസരിച്ച് ഞാൻ യൂട്യൂബ് വീഡിയോയും ഷോർട്സും എനിക്ക് അറിയണ നോളജ് ഞാൻ ഷെയർ ചെയ്യാം. പറ്റാവുന്ന അത്ര ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അത്രയും ഞാൻ ഹാപ്പിയാവും. സോ സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.